വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം മലബാർ തീരം ഒരുപാട് വിദേശികൾ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ വന്നത്, അതുപോലെ ചീനക്കാരും അറബികളും എന്ന് വേണ്ട വിദേശികളൊക്കെ വന്ന തീരം എന്ന നിലയ്ക്ക് കടൽ മാർഗം വന്ന് ഇന്ത്യൻ്റെ വികസനം, ഇന്ത്യ കണ്ടെത്തിയും ഇന്ത്യൻ്റെ വളർച്ചയിലും ഒരുപാട് പങ്കുവഹിച്ചതാണ്. വ്യാപാര വ്യവസായ രംഗത്ത് കടൽ മാർഗം വലിയൊരു മാറ്റം, സത്യസന്ധതയും കൃത്യനിഷ്ഠതയും വ്യാപാരത്തിന് കൊടുത്തൊരു വലിയ തീരമാണ് മലബാർ തീരം. So it is impossible to proceed any further without bringing in the history of Malabar a little bit here. Malabar was the gateway to a lot of trading that happened through the coastal waters in India, whether it be the Portuguese or the Arabs. A lot of such traders have come to the coastal land of Malabar, have fallen in love with the honesty and the integrity of Malabar, and have become an integral part of the Malabar coast today. മലബാർ തീരത്തായിരുന്നു അന്ന് കുരുമുളകും ഇഞ്ചിയും സ്പൈസസ് മൊത്തം, ഏലം, ഒരുപാട് വലിയ വില പിടിച്ച, ഇന്നത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരുപാട് സ്പൈസസ് ഉണ്ടാകുന്ന ഒരു തീരമാണ് മലബാർ, പ്രത്യേകിച്ച് കേരള ഹൈറേഞ്ച് ഏരിയകൾ. അത് വ്യാപാരം നടന്നിരുന്നത് മലബാർ തീരങ്ങളിലായിരുന്നു. So the spice route, very famously known, of course, Malabar was the gateway to that, whether it be cardamom or pepper or ginger. So Malabar became a big hub for trade in those times. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ മലഞ്ചരക്ക് വ്യാപാരത്തിൽ നിന്ന് വന്നു വലിയൊരു ബിസിനസ് വേണമെന്ന് ആലോചിച്ചു. NRI ഫ്രണ്ട്സ്, ഒരുപാട് NRI ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അതിനൊരു പുതിയ ബിസിനസ് മേഖല ജമ്മൻ ജ്വല്ലറി, ഗോൾഡ് ഞങ്ങൾ കണ്ടെത്തി. കാരണം ഗിഫ്റ്റ് ആർട്ടിക്കിളാണ്. അന്ന് ഗിഫ്റ്റ് ആർട്ടിക്കിൾ എന്നിട്ട് ലോകാവസാനം വരെ സ്ത്രീയും പുരുഷനുള്ളിടത്തോളം കാലം ഗിഫ്റ്റിംഗ് ഉണ്ട്. സ്വർണ്ണമായിരിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാവരും ആഗ്രഹം ഗോൾഡ് ആൻഡ് ഡയമണ്ടാണ്. ഗോൾഡാണ് എല്ലാവരുടെയും ആസ്പിറേഷൻ. അതിൽ ഒരുപാട് ചീറ്റിങ്ങും ഒരുപാട് മാനിപ്പുലേഷൻസ് ഉണ്ടായിരുന്നു. അതിന് ക്ലാരിറ്റി കൊണ്ടുവന്ന്, കൃത്യത കൊണ്ടുവന്ന്, സത്യസന്ധമായിട്ട് എങ്ങനെ വിൽക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ മലബാർ ഗോൾഡ് പ്രശസ്തമായത്. So, in a little bit about the history of the chairman's journey now. The chairman, when he wanted to move into business, he discovered that the gold articles in India had a very special place in everyone's hearts, because gifting was one of the biggest reasons why gold was purchased, and as long as there are relationships, there will be gifting. That is what the chairman holds very clearly dear to his heart, that gifting and relationships will exist as long as human beings do. And hence, gold, which was very disorganized in its sales, there was a lot of manipulation and a lot of cheating that could happen in gold. And Malabar wanted to be the company that removed all that and brought in transparency in handling gold. ഇന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അന്ന് മുതൽ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നു. അന്ന് ഞങ്ങളുടെ തീരുമാനമായിരുന്നു എല്ലാ ഇന്ന് 2700 ഇൻവെസ്റ്റേഴ്സും 25,000 മാനേജ്മെൻറ്റ് അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റാണ്. മുതലാളിയില്ല, തൊഴിലാളിയില്ല. എല്ലാവരും പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റ്. ഒരേ രീതിയാണ്, ഒരേ ഇൻട്രസ്റ്റ് ആണ്. ട്രാൻസ്പെറൻസി ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. എല്ലാം 100% ട്രാൻസ്പെറൻസി. ലൈഫ് ലോങ് ഫ്രീ മെയിൻ്റനൻസ് ഉണ്ട്, ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. എല്ലാം ഗോൾഡിന് കൊടുത്തിട്ട്